കണ്ടല്ല ബൈക്കിൽ യാത്ര നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതമായ സ്ഥലം. ഇതൊക്കെയാണ് ഞെട്ടിക്കുന്നത് അല്ലേ കണ്ണ? സെറ്റാണ്. നിങ്ങൾ കർഷകരെ കണ്ടല്ലെങ്കിൽ ഈ മഴയത്താണ് ഞങ്ങളിതായി ഒരു കാട്ടിൻ്റെ അകത്തേക്ക് പോകുന്നൊരു ദൃശ്യമാണ് ഇപ്പം കാണുന്നത്. ആരുമില്ല റോഡ് സൈഡിൽ. കണ്ട വിദൂതമായി കിടക്കുന്നു. ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കം വീടുകളും ആൾക്കാരുകളും ഇവിടെ ഉണ്ട്. എന്തിയുടെ നോക്കടാ, അങ്ങോട്ട് നോക്കടാ, സെറ്റടാ. അമ്മോ ദൈവമേ, അങ്ങോട്ട് നോക്ക്. ഫോറസ്റ്റ് ഏരിയ മച്ചാന്മാരെ കണ്ട. നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നത് കണ്ടല്ല, ഒരു വിവിധമായ ഒരു ഇത് എടുത്തൂടെ ഒരു വീടോ ഒന്നും ഇല്ല എത്തിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരുടെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ റിസ്ക് എടുത്താണ് ഞങ്ങൾ പോകുന്നത്. ഒരുപാട് റിസ്ക് എടുത്താണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ല ഗൈസ്, ഇവിടെ ഒരു വീടോ ഒരു ഇതുമില്ല. ഇവിടെ പ്രാർത്ഥനയും സഹകരണമൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പം ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്താണ് ഞാൻ അവനും കൂടെ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇവിടെ ഒരുപാട് ശല്യങ്ങളുള്ള സ്ഥലമാണ് ഈ പ്രദേശത്ത്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് പോലും നമുക്ക് ക്ലിയർ അറിയില്ല. കണ്ടല്ലോ, മൊത്തം പാറയും ഈ കാട്, ഈ ഫോറസ്റ്റ് ഏരിയയാണത്. ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത്രയും എന്താ പറയാൻ പേടിപ്പെടുത്തുന്ന ഒരു ഏരിയയാണിത്. ഇല്ല മറ്റേ എൻ്റെ അടുത്ത് നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയാൻ, ഇവിടെ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മളെ കണ്ണിലൊന്നും പെട്ടിട്ടില്ല. ഒരു കുഞ്ഞു പോലും ഇവിടെ ഇല്ല, ഒരു ഒറ്റ മനുഷ്യൻ പോലില്ല, ഒരു വീട് ഒന്നും. ഒരു ഏകാന്ത പിടിച്ചൊരു സ്ഥലമാണ്. ആ സ്പോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ പ്രേക്ഷകരെ, നിങ്ങൾ കള്ളത്തരമൊന്നും പറയണത്. ഈ സ്പോട്ട് നിങ്ങളെ മുമ്പ് കാണിക്കുന്ന. ഹലോ ഗൈസ്, കണ്ടല്ലോ, നമ്മൾ മൊത്തം പാറയാണിത്. കാണാൻ പറ്റും വിചാരിക്കുന്നു. നമ്മളെ വലിയ മുകളിലോട്ടാണ് കയറുന്നത്. മൊത്തം പാറ, ഡേഞ്ചർ ഏരിയയാണ്. അപ്പം നമ്മൾ ഇന്ന് ആ ആത്മാവിനെ തേടിയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഇത്രയും റിസ്ക് എടുത്തൊന്നും ഒരു ടീമും വന്നിട്ടില്ല, മനസ്സിലായില്ലേ? നമ്മൾ പിന്നെ എല്ലാം ദൈവത്തിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഞങ്ങൾ തിരിച്ചു വരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക്. ഞങ്ങൾ നിൽക്കുന്നത് തമിഴ്നാടുള്ള ഒരു പ്ലേസിലാണ്. അത് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഉണ്ടല്ലോ, ഇവിടെ നല്ല വഴുക്കലുണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ മുകളിൽ 4 പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വർഷങ്ങളായി. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്, ആക്ടിവിറ്റിയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നേരിട്ട് തന്നെ കണ്ടറിയാം. അപ്പോൾ എൻ്റെ സുഹൃത്തായ സുരേഷ് സംസാരിക്കുന്നതായിരിക്കും. ബാക്കി അറിയാം, പറഞ്ഞോ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, അപ്പോൾ പ്രേക്ഷകരെ, ഞങ്ങൾ ഒരുപാട് റിസ്ക് എടുത്താണ് ഇപ്പോൾ ഈ സ്പോട്ടിൽ നിൽക്കുന്നത്. ഇവിടുത്തെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ ഇതിൻ്റെ കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ റോഡാണ്. എന്നുവെച്ചാൽ ഇരുണ്ടടഞ്ഞ റോഡാണ്. ആരും വലുതായിട്ടൊന്നും വാഹനങ്ങളൊന്നും ഇല്ല. ഒരു 7 മണി കഴിഞ്ഞാൽ ഇതിലൂടെ പോകണമെങ്കിൽ അല്പം അറയ്ക്കും. അങ്ങനെയുള്ള സ്പോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിരവധി ബൈക്കിലൊക്കെ പോകുന്നവരെ ഒരുപാട് ഉപദ്രവങ്ങളും, ഫ്രണ്ടിൽ നിന്നൊരു എന്തോ ഒരു സാധനം വന്ന് എടുത്ത് ചാടുന്നു. ഇതിനൊക്കെ ഒരുപാട് അത് പേടിച്ചിട്ട് ഇവിടെ കൂടെ ആരും പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു സ്പോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ കള്ളത്തനം പറഞ്ഞില്ല. അതാ മേലോട്ടൊക്കെ നോക്കാം, ഉണ്ടല്ലോ. ഇതൊരു വല്ലാത്തൊരു സൈറ്റാണ്.
നമ്മളിപ്പം രാവിലെ നിങ്ങളുടെ അടുത്തൊരു പറഞ്ഞു പ്രേക്ഷകരെ, അപ്പോൾ ഇവിടുത്തെ ഈ അന്തരീക്ഷങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സൈറ്റിലാണ് ഞങ്ങളിന്ന് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റോഡിൽ കൂടെ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ശല്യങ്ങളും, എന്തോ ഒരു സാധനം ഇവിടെ പാസ് ചെയ്ത് പോകും പോലെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളും, എന്തോ വന്ന് വീഴും പോലെയും ഇവിടെ മൊത്തത്തോടെ എന്താ ഒരു ദുരൂഹ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രേക്ഷകർ കാണാനതാ, ഇതൊരു എന്താ പറയും, ഒരു വല്ലാത്തൊരു സൈറ്റാണ്. കാര്യങ്ങളെല്ലാം എന്തല്ല അങ്ങോട്ട് പോകേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളാണെല്ലാം ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. ഈ മഴയത്താണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ കറക്റ്റ് സപ്പോർട്ട്. ഹായ് ഫ്രണ്ട്സുകളെ, ക്ഷമിക്കണം, നമുക്ക് അങ്ങോട്ട് മുന്നോട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം നമ്മുടെ മൊബൈലിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന പയ്യൻ എന്തോ എൻ്റെ ബാക്കിൽ എന്തോ ഒരു കണ്ട് ആ പയ്യൻ അവിടെ വലിയൊരു പാറയാണ്. ആ പാറയെ പുറത്തുനിന്ന് പയ്യൻ ചറുക്കി താഴേക്ക് വീഴായിരുന്നു. പക്ഷെ ദൈവത്തെ ഓർത്തൊന്നും പറ്റിയില്ല. താഴെ ഒരു ചെറിയൊരു വെള്ളമായിരുന്നു. നമ്മളെ മൊബൈലൊക്കെ ആപ്പടം നനഞ്ഞ് വെള്ളത്തിലായി. അതുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റത്ത്. ഇന്ന് വന്ന് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ എന്താ പറയുക, ഷോർട്ട് വീഡിയോകളെല്ലാം ഒരുമിച്ച് ആക്കിയപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ദൃശ്യത്തിൽ എന്തോ ഒരു സാധനം എൻ്റെ ബാക്കിലായിട്ട് എന്തോ പാസ് ചെയ്ത് എന്തോ ഒരു നിഴൽ പോലെ പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാണ് ആ പയ്യൻ പേടിച്ച് വീഴുന്നതെന്നാണ് ഞങ്ങളുടെ ഇത്. നിങ്ങൾ കാണണം പ്രേക്ഷകരെ, ഈ കാണുന്ന പാറയുടെ ആ സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, മറ്റേ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ പകൽ പോയി എടുത്ത സ്പോട്ടാണ്. എന്നിട്ടാണ് ഞങ്ങൾ നൈറ്റ് പോയത്. അപ്പോൾ അവിടെ ഭയങ്കരപ്പെട്ട ഒരു എന്താ പറയുക, ഒരു പേടി സ്വപ്നമായിരുന്നു നൈറ്റ്. അവിടെ വീടുകളൊന്നും പരിസരത്തില്ല. ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നെട്ടയം, നമ്മളെ തൃപ്പരത്തോട്ട് പോകുന്ന നെട്ടയം എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ്. അവിടെ ഒരുപാട് ദുർമരണങ്ങളൊക്കെ ആ പാറ ഉയരുന്ന് ചാടിച്ചെത്ത സ്പോട്ടിലാണ് ഞങ്ങൾ പോയത്. നമ്മൾ മൊത്തം 4 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയി വീഡിയോ എടുത്തോണ്ടെന്ന പയ്യൻ എൻ്റെ വീഡിയോ എടുത്തിട്ട് ലാസ്റ്റിൽ എന്തോ അവൻ എൻ്റെ ബാക്കിൽ എന്തോ കണ്ട് ഭയന്ന് അവൻ ബാക്കിൽ കാലെടുത്തിന് വെക്കാൻ പാറയാണ്, മഴ പെയ്തൊക്കെ തെന്നി കിടക്കുകയെന്ന്. അങ്ങനെ മറിഞ്ഞു വന്നൊരു ചെറിയൊരു കുളത്തിൻ്റെ ഒരു കുളം പോലെ താഴെ ഉണ്ട്, താറ്റ് താഴെ. ആ പോച്ചര പുറത്താണ് ആ പയ്യൻ വീഴുന്നത്. വലുതായിട്ട് മുറുകുളം പറ്റില്ല.